സർക്കാർ രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച വലിയൊരു കോക്കസിന് അവർക്ക് അതിഭയാനകമായ ഒരു അടി കിട്ടിയതിന് തുല്യമാണ് ഇപ്പോഴത്തെ ആ കേസിൻ്റെ നാൾ വഴികളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയോടും കൂടി സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അതിനുവേണ്ടി ഈ വലിയ കോക്കസ് രംഗത്തേക്ക് ഇറക്കിയ കുറച്ച് സ്ത്രീകളുണ്ട്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ പരാതിക്കാരികളല്ല ഉദ്ദേശിച്ചത്, പരാതിക്കാർ വേറെ. ഈ പരാതിക്കാരികളുടെ വക്കാലത്ത് ഏറ്റുപിടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിന് ക്ലാസ് കൊടുക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ, അതായത് രാഹുൽ മാക്കൂട്ടത്തെ പോലെയുള്ളവർ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തത്. കുറച്ച് സ്ത്രീകൾ ആണ് രംഗത്ത് ആദ്യമേ തന്നെ ഇറങ്ങിയത്. മുന്നണി എന്താ പറയുക, നമ്മൾ പണ്ട് കാലത്തൊക്കെ പറഞ്ഞില്ലേ, ഈ കളരിയിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ആശാട്ടിമാരെന്ന് പറയും, ആശാട്ടിമാർ അങ്ങനെ കുറേ ആശാട്ടിമാർ രംഗത്തൊക്കെ ഇറങ്ങിയായിരുന്നു. അവരുടെ ഒരു ഗുണങ്ങൾ, കാരണം അവരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ചില ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ. നമുക്കറിയാം, ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് മോഡേൺ മെഡിസിനിൽ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം MBBS എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ എന്ന ആ അക്ഷരങ്ങളിലെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ആശാട്ടിമാർക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ ക്വാളിറ്റി അവർ തന്നെയാണല്ലോ വെളിപ്പെടുത്തുന്നത്. കാരണം അതിന് വേറെ എവിടെന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എവിടുന്ന ഡിഗ്രി ഒന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ അതിന് മുന്നണിയിലേക്ക് വന്നത്, നമുക്ക് ആദ്യമേ തന്നെ വന്നത് നമുക്കറിയാം, ഒരു യുവ നടിയാണ്. അവർ അങ്ങനെയാണ്, ഞാനൊരു നടിയാണ്, ആക്ടിവിസ്റ്റാണ്, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആളാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള യുവ നേതാക്കന്മാരെ ഒന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു യുവ നേതാവ്, പേരെടുത്ത് പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൂ കേഴ്സ്. അതുപോലെ തന്നെ ആ രീതിയിൽ പ്രത്യേകിച്ച് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പീഡന പരാതികളിലെല്ലാം അതിവിശദമായ വിശദീകരണം കൊടുക്കാനും അതിനെപ്പറ്റി കമൻ്റ് ചെയ്യാനും അത് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന് വളരെ വിശദീകരിച്ച് അതിനെപ്പറ്റി പറയാനും അതിന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിക്കണമെന്നും അമേരിക്ക വരെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്ന് ഒരു യുവ നടി, ആ നടിയാണെങ്കിൽ പറഞ്ഞിരുന്നല്ലോ, തന്റെ വെളിപ്പെടുത്തലിലൂടെ യുവ രാഷ്ട്രീയ നേതാവിനെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് യുവനടി റിനി ആൻ ജോർജ്. എല്ലാം ഞാൻ അനുഭവിച്ചത് മാത്രം, ദേഷ്യപ്പെട്ടിട്ടും പിന്നെയും തുടർന്നു, കൂടുതൽ പറയുന്നില്ല. ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നവരെ രാഷ്ട്രീയത്തിൽ വെച്ചുപുറപ്പിക്കരുത്. ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട വേറെയും സ്ത്രീകളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടുണ്ടോ എന്നും റിനി ആൻ ജോർജ് 24നോട് പറഞ്ഞു. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. പക്ഷേ സമൂഹ മാധ്യമത്തിലടക്കം താങ്കളെ ഇതാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്ന പേര് താങ്കൾ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത്? അത് ആരെങ്കിലും പേടിച്ചിട്ടാണോ, എന്താണ്? പേടിച്ചത് കൊണ്ടല്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, ആ വ്യക്തിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, ഒരു നവീകരണം ഉണ്ടാകട്ടെ എന്നൊരു ചിന്തയുണ്ട്. പിന്നെ ആ പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ അതിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവിനെയും പ്രതികൂട്ടിൽ നിർത്താൻ, അതായത് മറ്റു നേതാക്കന്മാരെ അങ്ങനെ നിർത്തുന്നതിൽ എനിക്കൊരു ദുഃഖമുണ്ട്. കാരണം അത്രയധികം സൗഹൃദവും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ആ പ്രസ്ഥാനം തന്നെ തീരുമാനിക്കട്ടെ, ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്ന ഒരു വ്യക്തിയെ നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത്. എത്ര തവണയായിരുന്നു താങ്കളെ അതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്? എന്തായിരുന്നു പുള്ളിയുടെ മെസ്സേജുകളിലടക്കം വ്യക്തമാക്കിയത്? മെസ്സേജുകളിലടക്കം ഒരു നമ്മളെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, എങ്ങനെ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് മെസ്സേജുകളിൽ വന്നത്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, ആ രീതിയിൽ ഉള്ള ഇത് തന്നെ, മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല, ഈ ഒരു ഒറ്റ ഉദ്ദേശം മാത്രം. പിന്നെയും അത് താങ്കളിപ്പോൾ അതിനെ ഫയർ ചെയ്തു എന്ന് പറയുന്നു, ക്ഷോഭിച്ചു എന്ന് പറഞ്ഞു, പിന്നെയും അത് തുടർന്നിരുന്നു മെസ്സേജുകൾ? അത് തുടർന്നിരുന്നു പല രീതിയിൽ, അത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ആദ്യം ഒരുപക്ഷെ ഒരു മോഡേൺ ഗേൾ എന്നുള്ള രീതിയിൽ നേരിട്ട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുത്തു. പ്രതിനിധിയാണോ ഇതിന് പിന്നിൽ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധി ആയത് ഇങ്ങനെ തുടരുന്നത് ശരിയാണോ? അല്ല, ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയമാണല്ലോ ആദ്യം തന്നെ ഒരു ചേഞ്ച് വരേണ്ടത്, സമൂഹത്തിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടവരാണല്ലോ അവർ. സംഘടനയ്ക്കുള്ളിൽ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സംഘടന ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പല ഫോറങ്ങളിലും അതിന് ഇത് ശരിയല്ല, ഈ രീതിയിലാണ് വ്യക്തി മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത്തരം വാർത്തകൾ ആ വ്യക്തിക്ക് എതിരെ വരുന്നത്. പേര് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ള കുറേയധികം സ്ത്രീകളുണ്ട് എന്ന നിലത്തെ പത്രസമ്മേളനത്തിൽ താങ്കൾ
വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ സ്ത്രീകൾക്കും അവർക്കും കൂടി ഒരു പ്രചോദനമാകില്ല താങ്കളുടെ ഒരു തുറന്നു പറച്ചിൽ? അല്ല, ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരാണത് കൂടുതൽ പേര് പറയുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അതാ ഞാൻ പറയുന്നത്, ഇനി എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കും എന്നുള്ളത്. നിയമ നടപടി എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ വിഷയങ്ങളില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ ചോദിച്ചു, അത്രയേ ഉള്ളൂ. രാഹുൽ മാക്കൂട്ടമായിട്ട് പരിചയപ്പെട്ട 24 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ മോശപ്പെട്ട അപ്രോച്ച്മെൻ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ ആ വ്യക്തിയായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. ആ വ്യക്തിയെ എനിക്ക് മനസ്സിലായി. തന്നെയല്ല, താൻ ഇത്തരം കാര്യമൊന്നും അല്ലാത്തത് കൊണ്ടും തൻ്റെ അടുത്ത് ഇത്തരം വേഷം കിട്ടുന്നത് നടക്കില്ലാത്തത് കൊണ്ടും തനിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കാനായിട്ടുള്ള വളരെയധികം കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടും താൻ അതെല്ലാം മാനേജ് ചെയ്ത് നിന്നിരുന്നു എന്നൊക്കെ പൊതുസമൂഹത്തിൽ വന്ന് പറയുകയും, എന്നാൽ അതിനുശേഷം ഈ സ്ത്രീ ഈ രാഹുൽ മാക്കൂട്ടമായിട്ട് പരിചയപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും കൂടെ രാത്രി സമയത്ത് രാഹുൽ മാക്കൂട്ടത്തിന് അങ്ങോട്ട് വീഡിയോ കോളിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഓഡിയോ കോളിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അത്തരം മെസ്സേജുകൾ അയക്കുകയും ചെയ്തതായിട്ട് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് സഹിതം വളരെ വ്യക്തമായിട്ട് പൊതുമണ്ഡലത്തിലേക്ക് വന്നിരുന്നു. നമുക്കറിയാം, ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച് അത്തരം കാര്യങ്ങളും, അതോടൊപ്പം തന്നെ പ്ലീസ് കം ടു ദ ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ പോലും കൂടെ പാതിരാത്രിക്കാണെന്നാണ് കൂട്ടണം. ആ രീതിയിൽ പരമാവധി അങ്ങോട്ട് രാഹുൽ മാക്കൂട്ടത്തിനെ ഇമ്പ്രസ് ചെയ്തുകൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള അപ്രോച്ച്മെൻറ്റ് നടത്തി എന്നുള്ളത് ക്ലിയർ ആയിട്ട് തെളിവുകൾ സഹിതം പുറത്തേക്ക് വരികയും, ഏതായാലും ആ നടിയുടെ ക്വാളിറ്റി അവർക്ക് ഈ ആശാത്യയായിട്ട് അല്ലെങ്കിൽ യുവ നേതാക്കന്മാർക്ക് ക്ലാസ് കൊടുക്കാനായിട്ട് അവരന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഇത്തരം യുവ നേതാക്കന്മാർ അവർ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവണം, അതുകൊണ്ട് അവർ ക്ലാസ് കൊടുക്കാനായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മൊത്തം അവരുടെ സ്ത്രീകളുടെ പ്രതിനിധിയും സ്ത്രീകൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ പ്രതികരിക്കാനും വേണ്ടിയിട്ടാണ് രംഗപ്രവേശനം ചെയ്തത്. അപ്പോൾ അവരുടെ ക്വാളിറ്റിയാണ് അവരെ അത്തരത്തിലൂടെ വെളിപ്പെടുത്തിയത്. അവരുടെ ക്വാളിറ്റിയെ പറ്റി അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സ്ത്രീകൾക്ക് യുവതികൾക്ക് പണ്ട് കാലത്തും പോലെയല്ല, ഇപ്പോൾ കുറച്ചും കൂടെ പുരോഗമനം വന്നിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും പുരുഷ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ലോഡ്ജുകളിൽ വന്ന് റൂമൊക്കെ എടുത്ത് അവർ സ്വാഭാവികമായിട്ട് പുരുഷ സുഹൃത്തുക്കളുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ സൗഹൃദപരമായിട്ടും അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ നടത്താം, വികാരഭരിതമായിട്ട് സംസാരിക്കാം, അതുപോലെ തൊടാം, തലോടാം, വേണമെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഏതായാലും ആ യുവനടിയായ ആശാത്തി യുവ നേതാക്കന്മാർക്ക് ക്ലാസ് കൊടുത്തത്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം, ഞാൻ വെറുതെ പറയുകയല്ല. ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ്? ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിനുശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്ന് തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. മെയ് 28 നൽകുന്നത്. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റുമാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28 ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളതെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു.
അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല. 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു രാഹുൽ റിനിയുമായുള്ള സൗഹൃദം റിനിയുമായി മാത്രമാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത്. സൗഹൃദത്തിൻ്റെ പേരിൽ അങ്ങനെ പൊസഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിൻ്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ? 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്നും പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. എന്തായാലും ആ യുവനടി ഇപ്പം ഈ അവരിങ്ങോട്ട് ചെയ്തിരിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിന് അങ്ങോട്ട് ചെയ്ത ചാറ്റുകളിലെയും അത്തരം കാര്യങ്ങളിലെയും മെസ്സേജുകളിലെയൊക്കെ ടൈമും അത്തരം കാര്യങ്ങളൊക്കെ എവിഡൻസ് സഹിതം നമുക്ക് അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇലക്ട്രോണിക്സ് എവിഡൻസ് സഹിതം പുറത്തേക്ക് വന്നതോടുകൂടി ആ അസാധ്യയായ അല്ലെങ്കിൽ ആ നടിയായ ആ സ്ത്രീ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതും യാതൊരു അറിവുമില്ല. ഏതായാലും ക്ലാസ് കൊടുക്കാൻ വന്ന ഒരാളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഗ്രി ആണ് ഒന്ന് തുറന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ എഴുത്തുകാരിയൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താ അവർ എഴുതുന്നതെന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അവർ വലിയ എഴുത്തുകാരിയാണെന്ന് പറയുന്നു. അവരാണെങ്കിൽ പറയുന്നു രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി, അതും രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള വ്യക്തികൾ ക്ലാസ് കൊടുക്കുകയാണ് അവരും ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാക്കൂട്ടത്തെ പേരെടുത്ത് പറയുന്നു. കാരണം ഇത്തരം കോഴികളെ നന്നാക്കാനായിട്ട്, കോഴികളെന്ന് പറയുന്നത് ദ്വയാർത്ഥത്തിൽ തന്നെയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവരും പറയുന്നു ഇത്തരം കോഴികളുടെ വലയിലൊന്നും ഞാൻ വീഴില്ല, ഞാൻ ഭയങ്കരമായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്, ലേഡിയാണ്, ഞാൻ അത്യാധുനികമായ എഴുത്തുകാരിയാണ്, ലോക പ്രശസ്തയായ എഴുത്തുകാരിയാണെന്നുള്ള രീതിയിലാണ് അവർ സ്വയം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം ക്ലാസ്സുകൾ കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിലാണ്. എന്തായാലും ശരി, അവരുടെ ആ ക്വാളിറ്റിയെ പറ്റി അവർ പഠിച്ചിരുന്ന കോളേജുകളിൽ അവർ +2 പഠിക്കുമ്പോൾ പോലും കൂടെ അവർ വിവാഹിതയെ ഒരു കുട്ടിയുടെ അമ്മയായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് ആണ് അവർ +2 പോലും പഠിച്ചിരുന്നതെന്ന് അത് അവരുടെ ഒപ്പം പഠിച്ചതെന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികൾ സോഷ്യൽ മീഡിയ വഴി ആ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോഴിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ കോളേജിൽ PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവർക്ക് UPSC പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അപ്പോൾ സ്വാഭാവികമായിട്ട് കോളേജുകാരെ സംബന്ധിച്ച് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെ ഒരു UPSC പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം IAS IPS അതുപോലുള്ള ഏറ്റവും ഉന്നതമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്വാളിറ്റിയുള്ള ഒരു ഡിഗ്രിയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ അത്രയും വലിയൊരു ഇത് പാസ്സായി, അതും ഉന്നത റാങ്കിൽ പാസ്സായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉന്നത റാങ്ക് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് IAS ആണ്. അപ്പോൾ അത്രയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കോളേജുകാരെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അവർക്കൊരു അനുമോദനം നടത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും അവരെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഫ്ലെക്സുകൾ ആ കോളേജിൻ്റെ പരിസരത്തെല്ലാം ഇന്ന കുട്ടിക്ക് ഇവിടെ പഠിച്ചിരുന്ന കുട്ടിക്ക് ഇങ്ങനെ UPSC ഉന്നത റാങ്ക് കിട്ടി അനുമോദി സന്ദേശങ്ങളൊക്കെ അയച്ച് അവിടെ പബ്ലിസിറ്റിയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കോളേജുകാർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. ഇതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് UPSC ഉന്നത റാങ്ക് വാങ്ങാൻ പോയിട്ട് UPSC പരീക്ഷ പോലും ഈ സ്ത്രീ എഴുതിയിരുന്നില്ല എന്നുള്ളത്. അത് ആ ഒരു സംഭവം പുറത്തേക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് അലക്കുന്നുണ്ട്. എന്താണെങ്കിലും ശരി, അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇത്തരം ക്വാളിറ്റി ഉണ്ടെന്ന് അവർ തന്നെ സ്വയം അവകാശപ്പെടുന്നു. അവരാണെങ്കിൽ പറയുന്നത് രാഹുൽ മാക്കൂട്ടം കോഴിയാണെന്നാണ് പറയുന്നത്. കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ ഏറ്റവും സ്ത്രീ സമൂഹത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന അല്ല, പൊതുസമൂഹത്തിൽ സ്ത്രീകളുടെ ഇടയിൽ പുരുഷന്മാർ വളരെ മോശപ്പെട്ട സ്വഭാവക്കാർ, അതായത് ലൈംഗികപരമായിട്ടുള്ള മോശപ്പെട്ട ആൾക്കാരെന്നുള്ളതിന് കൊടുക്കുന്ന ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് കോഴി എന്നുള്ളത്. എന്താണെങ്കിലും രാഹുൽ മാക്കൂട്ടത്തെ ആ ഒരു സാഹചര്യത്തിൽ അവർ പരസ്യമായിട്ട് അത് പത്രസമ്മേളനത്തിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു മറുവാദം ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുപോലെ ജനലിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപാളി അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജനലിൻ്റെ ഒരു പാളിയിൽ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം ജനലിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറുപാളി അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും രാഹുൽ മാക്കൂട്ടം
കോഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതേ ദ്വയാർത്ഥത്തിൽ തന്നെ താൻ ശരിക്കൊരു പെടയാണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. എന്തായാലും അവർ ഭയങ്കര എഴുത്തുകാരിയൊക്കെ ആണെന്ന് പറയുന്നു. അവരുടെ ഇത്തരം അവരുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അവരുടെ ആ ഭാവവും അവരുടെ ആ രൂപമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പെയിൻറ്റിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ എഴുതുന്നതെന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് തോന്നിയിരുന്ന ഒരു സംശയം ഞാൻ പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകയാണെന്നാണ് പറയുന്നത്. അവരാണെങ്കിൽ പറയുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സിംബോളിക്കും അതുപോലെ തന്നെ വളരെയധികം ആർദ്രതയോടും കൂടി എന്താ പറയുക, അതായത് രാഹുൽ മാക്കൂട്ടത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ച് നമുക്കറിയാം. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിനോട് ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് സന്തോഷിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. പക്ഷേ എന്താണെങ്കിലും ശരി ഈ ഒരു സന്ദർഭത്തിൽ അവരും രാഹുൽ മാക്കൂട്ടത്തിന് ക്ലാസ് എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനുണ്ട്. അവരാണെങ്കിൽ ഉന്നതമായ മാധ്യമ പ്രവർത്തകയാണ്. കേരളത്തിലെ തന്നെ പ്രമുഖ ചാനലുകളിൽ പോലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചില ചാനലുകളിലൊക്കെ അവരുടെ ഫേസ് കണ്ടിട്ടുമുണ്ട്, ഇല്ലൊന്നും നമ്മൾ പറയുന്നില്ല. അവരാണെങ്കിൽ പറയുന്നത് ഈ രാഹുൽ മാക്കൂട്ടം പീഡിപ്പിച്ച സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി അവർണ്ണനീയമായ രീതിയിലാണ് പൊതുസമൂഹത്തിലേക്ക് വിവരിക്കുന്നത്. അവർ സ്ത്രീകളെന്ന് പോലും പറയുന്നില്ല. നമുക്കറിയാം അവരൊക്കെ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വന്നതോടുകൂടി വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണെന്ന് നമുക്കറിയാമെങ്കിൽ പോലും കൂടെ ഇവർ പറയുന്നത് യുവതികൾ ആ പാവപ്പെട്ട കൊച്ചുകുട്ടികളെ ആയിട്ടുള്ള യുവതികളെന്നൊക്കെയാണ് അന്ന്. രാഹുലിന്റെ കാര്യം നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നല്ലേ പറയുന്നത്. ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ, മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ. ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ? അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ? ആദ്യമേ വാർത്ത വന്നപ്പോൾ തന്നെ മാറ്റി, പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി. ഇതൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. അല്ല, ഇതൊക്കെയാണല്ലോ ഞാനും പറഞ്ഞത്. അതിന് ശേഷമുള്ളതാണല്ലോ ഞാനും പറഞ്ഞത്. ഈ പരാതി പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ ഒരു വെട്ടുകിളി കൂട്ടം നിരന്തരമായി ഇവർ ആക്രമിക്കുന്നുണ്ട്. പല സ്ത്രീകളെയും സൈബർ അറ്റാക്കിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും പരാതിയിട്ട് വരാത്തതെന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ ഇത്തരക്കാർക്കെതിരെ ഒരു ശക്തമായ നടപടി ഉണ്ടാവും. നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. പരാതി പരിശോധിച്ചാലേ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ അല്ല എന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ? ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. അങ്ങനെയൊരു ഒരു ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്?
അപ്പോൾ ആളെ പരാതി ഇങ്ങനെ സ്വീകരിച്ച പരാതിക്കാരി എത്തിച്ചുകൊടുക്കലാണോ എവിടെയാ രാഷ്ട്രീയ പിണറായി വിജയ? പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഭാഗമായിട്ട്? താങ്കൾ നുണ തന്നെയല്ലേ അങ്ങനെയുള്ള പറയുന്നത്? കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ പറഞ്ഞ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത്? ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം, എന്തെല്ലാം ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ. കേട്ടില്ലല്ലോ, അതിശയുള്ളൂ. നിങ്ങൾ ചില ആളുകളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല, ചിലയിടത്തുണ്ടായല്ലോ മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം? ലോകത്ത് സംഭവിക്കില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണോ? മുകേഷിന് സംഭവിക്കും ഇങ്ങനെ? അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിൽ ഒരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി ചോദ്യം വന്നുകൂടാ? നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ്? ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല, ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല, അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത്? അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. രാഹുൽ മാക്കൂട്ടം ഈ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തി അതിൽ നിന്നും ഉത്ഭവിച്ച ആ ഒരു വസ്തു, നമ്മൾ നാടൻ ഭാഷയിൽ അതിന് സ്രവം എന്നാണ് പറയുന്നത്. അതാണ് പിന്നീട് കുഞ്ഞുങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. നമുക്കറിയാം, ഗർഭാത്രത്തിച്ചെന്ന്. പക്ഷേ അത് കുട്ടിയൊന്നും ആയില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ അത് കുട്ടിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ കുട്ടികൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ആ കുട്ടികൾക്കൊക്കെ ഓരോ പേരിട്ട്, പൂമ്പാറ്റ, കുഞ്ഞാറ്റ, പിന്നെ വേറെ ഇതൊക്കെ കുറേ ആറ്റകളായിട്ട് പേരൊക്കെ ഇട്ട്, അതുപോലെ തന്നെ ആ ആറ്റകളെല്ലാം സ്വർഗത്തിലിരുന്നുകൊണ്ട് കരയുന്നു, പിന്നെ ഭൂമിയിലിരുന്നുകൊണ്ട് അമ്മ കരയുന്നു. ആ കണ്ണുനീരിൻ്റെ എല്ലാം കാരണക്കാരനായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ ചിത്രീകരിക്കുന്നു. എന്തായാലും അങ്ങനെ അവർണ്ണനീയമായ രീതിയിലൊക്കെ അത്തരം കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു കഴിവ് ഈ മാധ്യമപ്രവർത്തകർക്ക് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ കഴിഞ്ഞ ദിവസം അവർ വാമനപുരംകാരിയാണെന്നാണ് പറയപ്പെടുന്നത്. വാമനപുരത്തെ MLA തന്നെ യുടെ സാന്നിധ്യത്തിലും നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡ് കഴിഞ്ഞ ദിവസം കൊടുത്തതായിട്ട് ഏതായാലും കാണാനിടയായി. എന്തായാലും ഇത്തരം മാധ്യമ പ്രവർത്തനത്തിനൊക്കെ ആയിരിക്കും അവാർഡ് കൊടുക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു രീതി കണ്ടിട്ട്. ഏതായാലും ഇവർ വാമനപുരംകാരി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. വാമനപുരം MLA ആയ DK മുരളി ഈ രാഹുൽ മാക്കൂട്ടത്തെ അയോഗ്യനാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതിയൊക്കെ കൊടുത്തത്. അങ്ങനെയെങ്കിലും ആ MLAയുടെ പേരൊന്നും പൊതുസമൂഹം ഒന്ന് അറിയാൻ പറ്റി. കാരണം ഇങ്ങനെ ഒരു MLA ഉണ്ടെന്നൊക്കെ ഉള്ളത് പലർക്കും അറിയില്ലല്ലോ, കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ. ഇവിടെ വികസന പ്രവർത്തന രംഗത്തൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. എന്തായാലും വാമനപുരക്കാർക്ക് അറിയാം, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, കാരണം അവരുടെ MLA തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ആ MLAയുടെ നാട്ടുകാരി ആയതുകൊണ്ടും കൂടി ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു മാധ്യമ അവാർഡൊക്കെ വാങ്ങി. ഏതായാലും അവർക്ക് ഈ പറഞ്ഞ യുവ നേതാവിനെതിരെയോ യുവ നേതാവിനെ പോലുള്ളവർക്ക് ക്ലാസ് കൊടുക്കാനായിട്ടുള്ള ഭയങ്കര കപ്പാസിറ്റി, അറിവും ക്വാളിഫിക്കേഷനും ഉണ്ടെന്നുള്ളതൊക്കെ അവരുടെ അവകാശവാദം നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണല്ലോ. കാരണം നമ്മുടെ സർക്കാർ പോലും കൂടെ അവരെ ഏറ്റവും നല്ല രീതിയിൽ ആദരിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇനി നമുക്ക് പറയാനുള്ളതും മറ്റൊരാൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു എഴുത്തുകാരിയാണ്. പക്ഷെ അവർ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയായിട്ട് നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അവരെവിടെ യാത്രയ്ക്കൊക്കെ പോകാൻ നേരത്തൊക്കെ എന്തൊക്കെ മെസ്സേജ് രാഹുൽ മാക്കൂട്ടം തന്നു. അതുകൊണ്ട് ഇത്തരം യുവ നേതാക്കന്മാരെ ഒന്ന് നന്നാക്കാനായിട്ടുള്ള ഏറ്റവും ക്വാളിഫിക്കേഷനുള്ള ഒരു എഴുത്തുകാരിയാണ് ഞാനും ഭയങ്കര എഴുത്തുകാരിയാണെന്നൊക്കെയാണ് അവർ അവകാശപ്പെട്ട്. അങ്ങനെ ഈ എന്താ പറയുക, ഈ ഒരു ചാലിൽ അവരും അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം
ഞങ്ങളൊക്കെ ഇത്തരം കാര്യത്തിലുള്ള കുറേ ആശാത്തിമാരാണ്, അതുപോലെ തന്നെ ഞങ്ങളൊക്കെ സ്ത്രീകളുടെ കുറേ സംരക്ഷകരാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവരാണ്, അതൊക്കെ നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് അവരും സ്വാഭാവികമായിട്ടും അവരുടെ ക്വാളിഫിക്കേഷൻ പൊതുസമൂഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇവരുടെയൊക്കെ ഒരു ടീം ലീഡറായിട്ട് ഇങ്ങടെ മറ്റൊരു സ്ത്രീ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര ഡോക്ടറൊക്കെയാണ്, പ്രത്യേകിച്ച് അവരുടെ ഭർത്താവ് ഡോക്ടറാണ്. അതിനേക്കാളുപരി ഈ രാഹുൽ മാക്കൂട്ടം പാലക്കാട് തോപ്പിച്ച ഒരു ഡോക്ടറുടെ ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഇത്തരം കാര്യങ്ങളിനകത്തുള്ള കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ആശാട്ടിമാരുടെ ഒരാശാട്ടിയായിട്ട് അവർ ഇതുപോലെ തന്നെ ടീം ലീഡർ എന്നുള്ളൊരു ലേബലിലും രാഹുൽ മാക്കൂട്ടത്തെ നന്നാക്കാനൊക്കെ ആയിട്ട്, അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാത്രമല്ല, കാരണം കേരളത്തിൽ മാത്രമല്ല, അവർ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്ത് വരെ ഇരുന്നുകൊണ്ട് ഇത്തരം നേതാക്കന്മാർക്ക് ക്ലാസ് കൊടുക്കാനും നന്നാക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ഏതായാലും ഇനി സ്ത്രീകൾക്ക് മാത്രം പോരല്ലോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു അവർക്കും അവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് പുരുഷന്മാരുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ അതിനകത്ത് ഡോക്ടറേറ്റുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം ഈ പറയപ്പെട്ട രാഹുൽ മാക്കൂട്ടം പാലക്കാട് തോൽപ്പിച്ച അവിടുത്തെ ഒരു ഡോക്ടർ കൂടിയായിട്ടുള്ള വ്യക്തിയും ഇതോടൊപ്പം തന്നെ ഇവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഏതായാലും വലിയൊരു ടീം വർക്ക് രാഹുൽ മാക്കൂട്ടത്തെ പോലെയുള്ള യുവ നേതാക്കൾക്കും ക്ലാസ് കൊടുത്ത് നന്നാക്കാനായിട്ട് വന്നിരിക്കുന്ന ആ ടീമിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതായാലും പൊതുസമൂഹം ഇപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യത്തിനകത്തുള്ള പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം ഏതായാലും പൊതുസമൂഹം വിലയിരുത്തുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയെ ഇവർക്കാർക്ക് ആശയപരമായി തോൽപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകൾ രംഗത്ത് ഇറക്കിക്കൊണ്ട് കളിക്കുന്ന ഈ കളി അത് കഴിഞ്ഞ കേരളം കണ്ട ഏറ്റവും ആദരണീയനും ഏറ്റവും ജനകീയനുമായിട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി ജനം അതിനെ പുച്ഛിച്ച് പുറന്തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉമ്മൻചാണ്ടി സാറിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ പ്രവർത്തിച്ച കിങ് പിൻ തന്നെയാണ് ഇപ്പോൾ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിലും പിന്നിൽ പ്രവർത്തിക്കുന്ന, അതായത് ഈ വലിയൊരു കോക്കസിൻ്റെ കിങ് പിൻ എന്ന് അറിയാവുന്ന പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും, പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് തോന്നുകയാണ് ആജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി പുറത്ത് നിൽക്കും. എനിക്ക് ആകെയുള്ളൊരു വിഷമം, എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നോട് ചോദിച്ചില്ല, എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അത് പരാതിയല്ല കേട്ടോ, നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത്, ടാഗ് ലൈൻ അതാകരുത്. രാഹുലിന് വിഷമമുണ്ട്, കേട്ടില്ല, അതല്ല. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായ കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഒരു പാർട്ടിക്കാരന് താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാൾ പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് എന്നെ ഏറ്റവും എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമമുണ്ടായത്. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലെങ്കിൽ ഒരു പ്രയാസമില്ല. കേരളത്തിന്റെ വിഷമം കണ്ടാൽ മതി. അത് നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഉയർന്ന ചിന്താഗതിയുടെയും അതുപോലെ തന്നെ ഈ ഇത്തര അനീതികൾക്കെതിരെയുള്ള ഒരു പൊതുബോധത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിയുടെ ഉന്നത നീതിപീഠത്തിൻ്റെ ആ വിധിയുടെയും അല്ലെങ്കിൽ ഉന്നത നീതിപീഠം നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശത്തിൻ്റെയും കൂടെ കൂടി ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹം ഇതിനെ ശക്തമായിട്ട് ഉയർത്തി കാണുന്നുണ്ട്, ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ജനകീയനായ നേതാവ് എന്ന് ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ വിഷയങ്ങളിൽ രാഹുൽ മാക്കൂട്ടം എത്രമാത്രം ജനകീയനായിരുന്ന അതിൻ്റെക്കാളും 4 ഇരട്ടി എങ്കിലും ജനകീയനായി ഇപ്പം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. അത് ആ പൊതുസമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളും ആ വിഷയത്തിൽ പങ്കുചേരുന്നു. ഇത് മാത്രം പറയാനായിട്ട് ആണ് ഈ സന്ദർഭത്തിൽ വന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദി.